കവർന്നെടുക്കാൻ കോറികൾ വേണ്ടേ വേണ്ട പ്രതിഷേധം കമ്പങ്കോടിൻ പ്രതിഷേധം വേണ്ടേ വേണ്ട 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 പാറക്കോറികൾ വേണ്ടേ വേണ്ട പാറക്കോറികൾ വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട പാറക്കോറികൾ വേണ്ടേ വേണ്ട പാറക്കോറികൾ വേണ്ടേ വേണ്ട മണ്ണും മലയും കവർന്നെടുക്കാം കുടിവെള്ളം മുട്ടിക്കുന്ന പാറക്കോറികൾ വേണ്ടേ വേണ്ട പാറക്കോറികൾ വേണ്ടേ വേണ്ട. സാറേ, ഈ കോറി വരുന്നതിന് ശരിക്കും എന്താണ് പ്രശ്നം? കോറി നിലവിൽ നമ്മുടെ ഈ കമ്പങ്കോട് വാർഡ്, അതായത് ഉമ്മന്നൂർ പഞ്ചായത്തിൻ്റെ കമ്പങ്കോട് വാർഡിൽ നിലവിലൊരു 5 കോറി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ 6ാമതൊരു കോറി അല്ലെങ്കിൽ 7ാമതൊരു കോറി താങ്ങാനുള്ള ശേഷി കമ്പങ്കോട് നിവാസികൾക്കില്ല. ഒരു കോറി താങ്ങാനുള്ള ശേഷി പോലും നിലവിൽ നമുക്കില്ല. അപ്പോഴാണ് 4ഉം 5ഉം 6ഉം കോറികൾ വരിക. അത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഈ കോറി ഏകദേശം ഒരു 34 ഏക്കറോളം പടർന്നു കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കോറിയുടെ താഴെ 1,200 കുടുംബങ്ങൾ, 1,250ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. എല്ലാവരും സാധാരണക്കാരാണ്. എല്ലാവരും പണ്ട് വെള്ളമൊക്കെ ആവശ്യം പോലെ ഉപയോഗിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യതയൊക്കെ വളരെ കുറവാണ്. കോറി മാത്രമല്ല, ക്രഷറും ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യം പോലെ വെള്ളം അവരെടുക്കുന്നതുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടി വരികയാണ്. പ്രകൃതിരമണീയമായ നല്ല ഗ്രാമഭംഗിയുള്ള ഒരു പ്രദേശം ആയിരുന്നു. നല്ല വായുവും നല്ല വെള്ളവും കുടിക്കുന്നതിനും കുളിക്കുന്നതിനും ശുദ്ധജലവും ഒക്കെ സുലഭമായി ലഭ്യമാകുന്ന ഒരു പ്രദേശമായിരുന്നു കമ്പങ്കോട്. എന്നാൽ 2012 സ്റ്റാർ ഇൻഡസ്ട്രീസ് എന്ന പേരിൽ ഒരു പുതിയ കോറി ഈ പ്രദേശത്ത് ആരംഭിക്കുകയും തൽഫലമായി ഈ പ്രദേശത്ത് കുടിവെള്ളം മുട്ടുകയും അന്തരീക്ഷം ഈ പാറക്കോറി ഒരു കോറിയല്ല, ഇത് 5ാമത്തെ കോറിയാണ് ഈ കമ്പങ്കോട് വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തിക്കാനായി അനുമതിക്കായിട്ട് D&O ലൈസൻസിനായിട്ട് പഞ്ചായത്തിലേക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ വാർഡിൽ തന്നെ 2 കോറികളും 5 കിലോമീറ്റർ റേഡിയസിൽ 4 കോറികളും നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ പ്രദേശത്ത് 3ഓളം അംഗൻവാടികളുണ്ട്, പകൽ വീടുണ്ട്, ബഡ് സ്കൂളുകളുണ്ട്, ദേവാലയങ്ങളുണ്ട്, അമ്പലങ്ങൾ തുടങ്ങിയ എല്ലാം ഒരു സമൂഹത്തിന് അത്യന്താപേക്ഷിതമായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പ്രദേശമാണിത്. ഒരു ഗവൺമെന്റ് LP സ്കൂളുണ്ട്, അതുകൂടാതെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. അങ്ങനെ തുടങ്ങി ഒരു വളർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രാമത്തെ തികച്ചും നശിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുൻകാലങ്ങളിൽ ഇത് അനുമതി കൊടുത്തവർ പ്രവർത്തിച്ചപ്പോൾ ഈ ഗ്രാമം ഇന്ന് നമ്മൾ ചൂരൽമലയിലും അവിടെയൊക്കെ കണ്ടതുപോലെ എന്നാണ് ഒരു കമ്പങ്കോട് ആവർത്തിക്കപ്പെടുക എന്നുള്ളത് ഇപ്പോൾ ആശങ്കാജനകമാണ്. നമ്മുടെ ഓരോ കുടുംബങ്ങളിലും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏത് മലവെള്ളപ്പാച്ചിലാണ് വരുന്നതെന്ന് നമുക്ക് നാളെ അറിയാൻ സാധിക്കില്ല. കാരണം ആ രീതിയിലേക്ക് നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മുടെ വാർഡിൽ നിലവിൽ 5 പാറക്കോറികൾ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഭൂഗർഭ ജലത്തിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്തെല്ലാം പഞ്ചായത്തിൽ നിന്ന് കുടിവെള്ളം എല്ലാ ഏപ്രിൽ മെയ് മാസങ്ങളിലും എത്തിച്ചിട്ടാണ് കുടിവെള്ളത്തിന്റെ ക്ഷാമം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഭൂഗർഭത്തിൽ വെള്ളം ഇല്ലാഞ്ഞുകൊണ്ടല്ല, കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മുടെ വാർഡിനെ ക്യാൻസറസ് ആയി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാറക്കോറികൾ, ഈ ഒരു ഭാഗത്തിന്റെ ബാക്കിലോട്ടാണ് പുതിയ കോറി വരാൻ പോകുന്നത്. ഇത് ചെന്ന് അവസാനിക്കുന്നത് വേറെ കോറിയിലേക്ക്, അവിടുന്ന് കുറച്ചു ദൂരം കഴിയുമ്പോൾ വേറൊരു കോറി. അങ്ങനെ 5ഓളം പാറക്കോറികൾ തിങ്ങി നിറഞ്ഞ ഒരു താമസയോഗ്യമല്ലാത്ത ഒരു ചുടുകാടായിട്ട് ഈ കമ്പങ്കോട് ഈ പ്രദേശം മാറിക്കൊണ്ടിരിക്കുകയാണ്. മലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ?